ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവന്നൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവമാരാധിക്കമാമെടോ. ഹൃൽ കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയും നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂമറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസു കൊണ്ടാദരാൽ അർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിനകുശ്യാദികളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദാലിപിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തിവഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വെച്ചു. ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തിയൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യപ്രധാനാർത്ഥമായും ആജപനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിദുജ്വലാഹൃൽ കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം.
പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറക്കേണം ഇളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമർഘ്യം തഥാ മധുപാർക്കമിത്യാദ്യൈ പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നിവേദ്യൈർബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായ അർച്ചിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കവും അറിയുക നീ. ഹോമമഗസ്ത്യോക്തമാർഗകുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്ത്യാ പുരുഷസൂക്തം കൊണ്ടു മാമെഴോ ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാര നീ. ഔപാസനാഗ്നൗ ചരണാ ഹവിഷാധസോപാധിനാ ചൈക ഹോമം മഹാമതേ തപ്തജാംബൂനദപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണവിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ. ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീതലാദിയും ദത്വാമദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാകേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദിതി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യുങ്മഹസിംഗലിത്തം ദിനമനുപൂജിക്ക മത്സകേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരൂ ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബി ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജനമോഹിനീനാഥേ മമ പ്രിയേ ഏവമാദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം. കേൾക്ക കവീന്ദ്ര, നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നതു സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചീലതേതുവെന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ. ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു. രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശോവാ പരശോധവാ തവ മൃത്യു ഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം. രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ. അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം.
അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടഞ്ജസാഭീതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലും മാത്യനു ഉണ്ടെങ്കിലോ പൃഥ്വീശനാപത്തും എത്തുകയില്ലല്ലോ. സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ പത്തു ദിക്കിങ്കലേക്കുമയച്ചിടണം. സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കവിവീരരെ പാരാതയയ്ക്ക സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരണം കപികുലം, പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യനവൻ അതിനില്ലൊരു സംശയം. സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ഭുക്കിരുന്നിടിനാൻ. ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിന്നുമയച്ചാൻ അഭിമതദത്തപൂർവം. കവീന്ദ്രന്മാരുമന്നേരം വായുവേഗ പ്രചാരേണ കവികുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദി തൃപ്താത്മനാമായ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ, പാപമയ്യോ മമ കാൺക കുമാരനീ. ജാനകി ദേവി മരിച്ചിതോ കുത്രചിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു അറിഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും ഇതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു. ചന്ദ്രശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുക എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടു കൂടെ ദിവാനിശം. മദ്യപാനാസക്തചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ. വന്നു ചരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണമെന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൻ. വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവൻ അദ്യതവാന്തികം. അജ്ഞാപയാശുമാം എന്നു പറഞ്ഞിതു പ്രാജ്ഞനായൊരു സുമിത്രാതനയനും. ആദായ ചാവതൂണീത ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്യുതം സോദരം കണ്ടു രഘൂപതി ചൊല്ലിനാൻ. പിന്നെയുമുണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ഭാര്യയെ പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ. യുദ്ധം അവനോട് ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം.
അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നേതിനാൻ കിഷ്കിന്ധയോടും ദഹിച്ചു പോം ഇപ്പോഴേ മർക്കടജാതികൾ എന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാൻ ആകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ച ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മായ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയഥാ. രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദദായിനീം സൽക്കഥാം ഇപ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിരിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തൻ അദ്വയൻ കാമാദികളാലവിലിപ്പിനവ്യയൻ വ്യോമവത് വ്യാപ്തൻ അനന്തനാമയൻ. ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണുലിയിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രു കിലുകില ശബ്ദം പരവശാൽ. വപ്രോപരിപാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെ ഒക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കൊലച്ചു വലിച്ചിതു. ഭല്ലൂകവൃന്ദവും വല്ലാതെയായിതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷണം അങ്കദനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞുതാനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സ ത്വം പിതൃവിനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ള ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലൻ അർത്ഥവിളംബിതം വരും. ഉഗ്രനാം അഗ്രജനെന്നോട് അരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലി തനയനും. തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി. കാപേയ ഭാവം കളഞ്ഞു വന്നിക്ക ചെന്നാപത്തത അല്ലാകിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ അങ്കദനോടുകൂടന്തികെ ചെന്നു വന്നിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായൊരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവമയച്ചതാ താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകണമാശു നീ താരേ മനോഹരേ. ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ.
കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു പാകെ നിന്നരുളുവാൻ അന്തഃപുരത്തിൽ അമ്മാറെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു. യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരി ശോഭയും കണ്ട ആനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ച നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യമുഖിയായ മാനിനി ജഗൻ മനോമോഹിനി സുന്ദരി. ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതീതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി. ചാബല്യമേറുമിജാതികൾക്കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ. വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കപികുല പ്രൗഢരും വന്നു നിറഞ്ഞു കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവിസത്തമന്മാരെല്ലാം. പുത്രകളത്ര മിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി ബിഹ്വരിദേക്ഷണനാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ. നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാരിപുത്രൻ കരസ്ഥിതമെന്നു മറിക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്ര ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ. കവി സത്തമനോർക്കിൽ നീ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ. വിസ്മൃതനായിരുന്നിടുകല്ലേതും വിസ്മയമാറു കണ്ടീലയോ ഭവാൻ. വേഗേന ദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവനർഘ്യപാദ്യാദ്യേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനാദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോടു ചൊല്ലിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ
പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.